ഇത്രയും കാലം നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി സേവിക്കുമ്പോൾ, അതായത് പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നമ്മൾ സേവനമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നാടിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടുന്നതും, അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട്, അതിനൊപ്പം നിൽക്കാനായിട്ട് സാധിക്കുന്നതും ഒക്കെ തന്നെയാണ് അവർക്കിടയിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ അനുഭവം വെച്ചിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താണ് ഇനി വരുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ളത് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ നഗരത്തെക്കുറിച്ചൊന്ന് പറയൂ, നമ്മുടെ നഗരം നേരിടുന്ന പ്രശ്നങ്ങൾ. നഗരം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇല്ലാത്ത, എന്നാൽ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ട് തന്നെയാണ് ഏറ്റവും വലിയ രൂക്ഷമായിട്ടുള്ള കാര്യം. കാരണം ജനങ്ങളുടെ ആവശ്യം കൂടുന്തോറും പാർപ്പിട സമുച്ചയങ്ങൾ കൂടി വരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വയലേലകളൊക്കെ തന്നെ മണ്ണിട്ട് മൂടി അതിൻ്റെ ആ ജലസ്രോതസ്സിന് പോകേണ്ട വഴികൾ മുഴുവൻ അടച്ചു കെട്ടി അത് മറ്റൊരു വലിയൊരു പ്രളയത്തിലേക്ക് നമ്മളെ നയിച്ചു. 2018-ലും 2019-ലും ഒരു പരിധിവരെ 2020-ലും നമ്മളൊരു വലിയ വെള്ളക്കെട്ട് പ്രളയത്തിന് നമ്മൾ നേരിട്ടു. അപ്പം അത് ഇപ്പോഴും ഈ പൂങ്കുന്നം, അതുപോലെ തന്നെ കുട്ടംകുളങ്ങര, അതുപോലെ തന്നെ പെരിങ്ങാവ്, നഗരത്തിൻ്റെ ഹൃദയ ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പം അതിനെ നേരത്തെ നമ്മുടെ കേന്ദ്രമന്ത്രി, അദ്ദേഹം കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ശ്രീ പത്മകുമാർ സാറിനെ കൊണ്ടുവന്ന് ഒരു പഠന സമിതിയെ നിയോഗിച്ച് ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഈ നവംബറിൽ അത് കൊടുത്ത് അത് ഒരു ശാശ്വതമായ പരിഹാരം, അതായത് എവിടെ നിന്നാണോ വെള്ളക്കെട്ട് ആരംഭിക്കുന്നത് ആ വെള്ളം എവിടെ വരെ എത്തിച്ചേരണം, അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ നയിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പഠന റിപ്പോർട്ട് അദ്ദേഹം ഈ പത്മകുമാർ സാർ വഴിക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കിയാൽ തൃശ്ശൂർക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളക്കെട്ടാണ്, അതിനെ പരിഹരിക്കാനുള്ള കാര്യം ചെയ്യും. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു 400 കോടിയോളം രൂപയുടെ കേന്ദ്ര പദ്ധതിയായ അമൃത് പദ്ധതിയിലൂടെ, ജൽജീവൻ മിഷനിലൂടെ ഒരുപാട് കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇപ്പോഴും നഗരത്തിലെ നഗരവാസികൾക്ക് കിട്ടുന്ന ചെളിവെള്ളമാണ്. ഇത്രയധികം ഫണ്ട് കേന്ദ്രം കൊടുത്തിട്ടും ചെളിവെള്ളം കിട്ടുന്നു എന്ന് പറയുന്നത് വലിയൊരു മോശമായൊരു അവസ്ഥയാണ്. കാരണം ഇത്രയധികം കാശ് കൊടുത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളം ചെളിവെള്ളമാണ്. ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്ന വെള്ളം കുടിച്ചിട്ടാണ്. പക്ഷെ ആ വെള്ളം കുടിച്ചിട്ട് ഈ പറഞ്ഞ മാതിരി അസുഖങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ചെളിവെള്ളം, അത് വലിയൊരു പ്രശ്നമാണ്. അപ്പം അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്.